ഹലോ ഗൈസ്, ഓണം കഴിഞ്ഞെങ്കിലും ഓണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ വൈകിട്ടാണെങ്കിലും ആ വീഡിയോ അങ്ങോട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അത്തപ്പൂക്കളമൊക്കെ റെഡിയാക്കുകയാണ്. അമ്പലത്തിൽ പോകണം. അപ്പോൾ കുളിച്ച് റെഡിയായിട്ട് നമ്മൾ അത്തപ്പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വളകാപ്പിന് കുറച്ച് പ്ലാസ്റ്റിക് പൂക്കൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സ്റ്റെയറിലും അങ്ങനെ കുറച്ച് കമ്പിയിലൊക്കെ കെട്ടി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊടുവും അമ്മയും കൂടി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പട്ടുപാടിയും ബ്ലൗസൊക്കെ ഇട്ട് ഓണക്കോടിയാണ് ഇട്ട. കൊടുവിന് ഉണ്ണിച്ചേട്ടൻ വാങ്ങിക്കൊടുത്ത ഓണക്കോടിയാണ്. അപ്പോൾ ഓണക്കോടിയൊക്കെ ഇട്ടത് ആ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഞങ്ങളിത് ഒരുങ്ങിയിരിപ്പുണ്ട്. ആമിത സദ്യക്ക് മുന്നേ തന്നെ ശർക്കര വരട്ടിയും ചിപ്സും കഴിക്കാനായിട്ട് ആൾക്ക് അത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ആൾ അത് കഴിക്കുകയാണ്. രണ്ടുപേരുടെ എല്ലാ കുടുവിൻ്റെ ആദ്യത്തെ ഓണമാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാനിങ്ങനെ ഇരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിരുത്തിട്ട് ആൾ അലമ്പായിരുന്നു, പൂവൊക്കെ പിച്ചിക്കറി കളഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ മടത്തിൽ തന്നെ നമ്മൾ പൂക്കൾ ബന്ദികൃഷി കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും നമുക്ക് പൂക്കൾ കിട്ടിയില്ല, കാരണം വെള്ളം കയറി കുറേ പൂക്കൾ പോയായിരുന്നു. എന്നാലും നമുക്ക് കിട്ടിയതിൽ കുറച്ച് പൂവും പറിച്ചിട്ട് നമ്മളത് നേരെ അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷി തുടങ്ങിയിട്ടുള്ളത് കാരണം പച്ചപ്പാണ് ഫുള്ള്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കതിരായിട്ട് വരുന്നതേ ഉള്ളൂ. എല്ലാ വർഷത്തെയും പോലെ ഓണപ്പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓണപ്പരിപാടി കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിൽ വന്ന് തൊഴുതിറങ്ങിയിട്ട് വാതിക്ക് നിന്ന് കുറച്ച് ഫോട്ടോസും പിള്ളേരെ എടുത്തിട്ട് അത്തക്കളത്തിനോട് ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിഠായി വിറക്കലാണ്. അപ്പോൾ ആമീനെ നമ്മൾ മിഠായി വിറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പയറാണ്. അപ്പോൾ അത് കാരണം പയറായത് കാരണം ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, മിഠായിന്നും പറഞ്ഞാണ് പോയിരുന്നത്. കാരണം ആൾ വിറക്കിയൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ഹരിയേട്ടനും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. കുടുവിൻ്റെ ആദ്യത്തെ ഓണായതുകൊണ്ട് നമ്മളത് ഇലയൊക്കെ ഇട്ടിട്ട് ആളവിടെ ഇരുത്തിയിട്ടുണ്ട്. ക്ഷമയോടെ ഇരുന്നു കേട്ടോ. ഫസ്റ്റ് പരിപ്പിട്ടതും പരിപ്പൊക്കെ കയറി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ക്ഷമയോടെ എല്ലാം വെക്കുന്നത് നോക്കിയിരുന്നു. അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ആമിമോൾ ഉറങ്ങുമായിരുന്നു. അവളെ എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് നമ്മളിത് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് രണ്ടുപേരെയും കൂടി ഇരുത്തിയിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടനും ഉണ്ട് കേട്ടോ, ചാച്ചി ഇരിപ്പുണ്ട്. അവരാണ് ഫസ്റ്റത്തെ മന്തിക്ക് നമുക്ക് ഇരുന്നിട്ടുള്ളത് കേട്ടോ. കുടു ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും നോക്കിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ സാവധാനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കുറച്ചൊക്കെ കഴിച്ചു, കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റി കളഞ്ഞു. അപ്പോൾ ആമിക്ക് വെള്ളം മുഖ്യമാണ്, എവിടെ വെച്ചാലും നമുക്ക് ആൾക്ക് വെള്ളം വേണം. അപ്പോൾ അത് കാരണം കുടു എടുത്തിട്ട് ആ വെള്ളം എടുത്ത് മാറ്റിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ കുറേച്ചൊക്കെ കഴിച്ചു, പപ്പടമൊക്കെ എല്ലാം കൂടി ഓരോരോ സാധനങ്ങൾ ആളെല്ലാം എടുത്തിട്ട് ഞെക്കി എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇല മൊത്തത്തോടെ ആൾ കളയുമെന്നാണ്. പക്ഷേ ഇലയൊന്നും കളഞ്ഞൊന്നുമില്ല കേട്ടോ. ആൾ സാവധാനം ഇരുന്ന് ഓരോ സാധനം നോക്കി ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചിട്ട് എരിയുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. ആ ഇടക്കൊക്കെ വെള്ളവും കൊടുത്തു. ആളെന്തായാലും അടിപൊളിയാണ്. ആളുടെ ഫസ്റ്റത്തെ ഓണസദ്യ എന്തായാലും നല്ല സമൃദ്ധമായിട്ട് ആൾ നന്നായിട്ട് കഴിച്ചു ഗൈസ്. അങ്ങനെ ചോറും കഴിച്ച് ലാസ്റ്റ് ആ പായസം കൂടി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കൂടുതലും വയറ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.